തീരാറായെങ്കിൽ ബാക്കി ഞാൻ ചെയ്തോളാം. പുഷ്കലാക്ഷിക്ക് ഇന്ന് ലീവ്. ഞങ്ങൾക്ക് ഹൃദയകുമാരുടെ വീട് വരെ ഒന്ന് പോണം. ഇന്നിവിടെ ചോറും കറിയൊന്നും വെക്കണ്ടെന്നാ തീരുമാനം. എനിക്കങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഒരു പണിയില്ല. എന്നാ ഒരു കാര്യം ചെയ്, പോയൊരു സിനിമ കണ്ടേച്ചു വാ. കുട്ടിയുടെ പെട്ടി എന്തോ കാണാനില്ലെന്ന് തോന്നുന്നു. അതായി ബഹളം. ഇനിയിപ്പൊ കാണാതായ സ്ഥിതിക്ക് അതിലെന്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. ടീച്ചർ ഒരു പാവ, ആരോട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. അതുകൊണ്ട് പറയാ, ഇപ്പോഴേ അയഞ്ഞു കൊടുത്താല് ഏതൊരു പുത്തൻ പെണ്ണും ഒടുവില് ഭൂമി കുലുക്കും. അണ്ടിയോട് അടുക്കുമ്പോഴറിയാൻ ചിന്നമാളും അമ്മേ മാങ്ങയുടെ പുളി. പുഷ്കലാക്ഷി അമ്മേ, നീ വിഷമിക്കണ്ടടി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താന്നറിയോ, ഈ മാങ്ങയ്ക്ക് അണ്ടിയില്ല. ഇത് കണ്ടോ, 1 2 3. ഈ 10 നീ ഇത് 100ാമത്തെ പ്രാവശ്യമല്ലേ എണ്ണുന്നത്. ഇത്ര വിഷമിക്കാൻ കാണാതായ ആ പെട്ടിയിൽ എന്താണെന്നെങ്കിലും നിനക്ക് പറഞ്ഞൂടെ? എന്റെ കോടിക്കണക്കിന് ഉറുപ്പിയാ. എന്താ ഉണ്ടാക്കി തരാൻ പറ്റുമോ? എടീ, നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് പോയത് പോട്ടേന്ന്. ഹൃദയകുമാരിക്ക് നഷ്ടപ്പെട്ടാൽ എന്താ അല്ലേ? അങ്ങനെ ഇപ്പൊ ഞാൻ ആർക്കും താണു കൊടുക്കുന്നില്ല. അതാരോ മനഃപൂർവ്വം തട്ടിയെടുത്തതാ. ആ പണിക്കരിയേട്ടന് ഈ വഴി വന്നത് നന്നായി. ഞാൻ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വന്നേ ഉള്ളൂ. എല്ലാം മംഗളാവാൻ വേണ്ടി സുധാകരന്റെയും ഹൃദയകുമാരുടെയും പേർക്കൊരു അർച്ചന നടത്തി. ഞാനിത്തിരി പായസം എടുത്താലോ? എനിക്ക് മധുരം കഴിക്കാൻ പാടില്ല ഭവാനി. അതുകൊണ്ടല്ലേ പണ്ടത്തെ പോലെ മധുരം കലർത്തി നിന്നോട് സംസാരിക്കാൻ സാധിക്കാത്തത്. ഞാൻ ഒന്നേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഭവാനി. ദൈവം നമ്മളെ രണ്ടാളെയും ജീവിതത്തിന്റെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കൊണ്ടുപോയി നിർത്തിക്കളഞ്ഞു. അവിടെ നിന്നുകൊണ്ട് നീ തനിച്ചായപ്പോ നിന്റെ മകൾക്ക് നല്ലൊരു ഭാവി എന്നാ കഴിയാവുന്നത് സാധിപ്പിച്ചു തരിക. അത് ഞാൻ സാധിപ്പിച്ചു. അതിന് പണിക്കരിയേട്ടനോട് എനിക്ക് നന്ദിയുണ്ട്. മുതലാളി, മുതലാളി, എന്തൊരു കഷ്ടാണ് ഭവാനി നീ ചെയ്തത്. എന്തേ? എല്ലാം കൂടി ഒന്നായി തലയിൽ കെട്ടിവെച്ച് അവൾ അങ്ങോട്ട് പറഞ്ഞേക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? 11 പെട്ടിയുള്ളതില് ഒരെണ്ണം കാണാനില്ലെന്നും പറഞ്ഞ് അവളോട് വെടിക്കെട്ട് തുടങ്ങിയത്രേ. സാധയുടെ മറന്നു വെച്ചാണെന്ന് അറിയാൻ സുധാര ആളെ വിട്ടിരിക്കുക. നേരാ, 11 അവള് തന്നെ പാക്ക് ചെയ്തത്. ഇനി 10 അവള് കൊണ്ടുപോയിട്ടുള്ളോ? എന്തായി ഇമ്പിച്ചു പോയ പ്രശ്നം? ആ വീട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ആ വീട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ലല്ലോ. അതെന്നെ പ്രശ്നം. എന്തായി, കിട്ടിയോ? കിട്ടിയിട്ടില്ല പങ്കജം. അവളുടെ കല്യാണത്തിൽ ധരിക്കാതിരുന്ന ആഭരണങ്ങളായിരിക്കും അതില്. പിന്നെ അവൾക്കായി മാറ്റിവെച്ച പണം ഉണ്ടാവും. ചുരുങ്ങിയതൊരു 3-4 ലക്ഷം ഉറുപ്പെങ്കിലും വരും. കേട്ടപ്പോ ഞാനൊന്ന് വിറച്ചു. സുധാകരന്റെ കല്യാണം കഴിഞ്ഞപ്പോ ചിന്നമ്മളും അമ്മയുടെ മുഖം ഒന്ന് തെളിഞ്ഞതായിരുന്നു. കാശ് പോയാലെന്താ, അത്രയും നല്ലൊരു അമ്മയെ കിട്ടിയില്ലേ അവക്ക്. അത് കരുതി സമാധാനിച്ചൂടെ? പെറ്റ തള്ള തന്നെ ഈ കാലത്ത് ആർക്കും വേണ്ട, പിന്നല്ലേ പെറാത്ത തള്ള. ഈ പങ്കപ്പാട് കാണുമ്പോ അതിന്റെ അകത്ത് എന്തായിരിക്കുന്നു സുധാകരൻ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? മിക്കവാറും അവളുടെ കെട്ടിയോന്റെ 16 അടിയന്തരത്തിലുള്ള സദ്യയുടെ കുറിപ്പിടിയായിരിക്കും. പെട്ടി പെട്ടിന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹള. സമ്മതം ചോദിക്കാണ്ട് എങ്ങനെയാ അകത്ത് കിടക്കാന്ന് വിചാരിച്ചിട്ടാ. ഇനി അമ്മയുടെ മുറിയിലൂടെ നോക്കാനുള്ളൂ. അറിയാണ്ട് ആരെങ്കിലും അതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടാവോ? എന്റെ മുറിയിലോ? ഒരു തരക്കേടുമില്ല മോളെ. അതിനകത്ത് തിരഞ്ഞാൽ നിനക്ക് അങ്ങേയറ്റം സുധാകരൻ പണ്ടുകൊടുത്ത 5-6 പട്ടുകോണവും കിട്ടും. വേണമെങ്കിൽ പോയി എടുത്തോ.